ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് റാഗി കൊണ്ടുള്ള പുട്ടാണ്. അപ്പം റാഗി കൊണ്ടുള്ള പുട്ട് നല്ല ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ്. അതോടൊപ്പം ആരോഗ്യത്തിന് നല്ലതല്ലേ. അപ്പം ഞാനിവിടെ റാഗി വാങ്ങിച്ച് പൊടിച്ചിട്ടാണ് അത് റാഗി പുട്ട് തയ്യാറാക്കുന്നത്. ഇതുപോലെ പുട്ട് പൊടി തയ്യാറാക്കി വെച്ചാൽ നമുക്ക് വേണ്ടപ്പം തയ്യാറാക്കി കഴിക്കാൻ എളുപ്പമാണ്. ഇത് പൊടി വാങ്ങിക്കുന്നതിനെക്കാട്ടിലും നല്ലത് എനിക്ക് തോന്നുന്നു ഇതുപോലെ പാക്കറ്റിലുള്ള റാഗി വാങ്ങിച്ചിട്ട് നമ്മൾ കഴുകി ഫാൻ്റെ കീഴെ വെച്ചാൽ തീർച്ചയായിട്ടും നമുക്കതുപോലെ നല്ല പൊടിയായിട്ട് കിട്ടും. അപ്പം ഞാനിത് റാഗിയൊക്കെ ഒന്ന് കഴുകി എടുത്തു. ഇത് ഫാൻ്റെ കീഴെ വെച്ചാണ് ഞാൻ ഉണക്കിയത്. വെളിയിൽ വെച്ച് ഉണക്കാനുള്ള സൗകര്യം ഇല്ലാഞ്ഞത് കൊണ്ട് ഫാൻ്റെ കീഴെ വെച്ച് ഉണക്കി. പിന്നെ വെളിയിലൊക്കെ വെച്ച് ഉണക്കാൻ സൗകര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാം. ഫാൻ്റെ കീഴിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. അപ്പോൾ ഒരു ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടി. അങ്ങനെ ഞാനിതെല്ലാം ഉണക്കിയെടുത്ത് ഇതൊന്ന് മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുക്കണം. നമുക്ക് വെളിയിൽ മില്ലിൽ കൊണ്ടുപോയി പൊടിക്കാനുണ്ടോ അങ്ങനെയൊന്നും എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ മിക്സിയുടെ ജാറിലിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ഇടഞ്ഞെടുക്കണം. ഇടഞ്ഞെടുത്ത് നമുക്ക് കുറച്ചൊന്ന് പൊടിച്ചെടുത്താൽ മതി. അതുപോലെ ഇടഞ്ഞെടുത്ത് നമുക്ക് വറുത്ത് മാറ്റി വെച്ചാൽ നമുക്ക് പുട്ട് തയ്യാറാക്കുമ്പോഴല്ലേ കൊഴുക്കട്ടെ അങ്ങനെയുള്ളതൊക്കെ സാധനങ്ങൾ തയ്യാറാക്കാമെന്ന് തോന്നുന്നു. ഞാൻ ഇതുവരെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് ഞാനിതിവിടെ ചെയ്യുന്നത്. അപ്പം ഇത്രയും പൊടി എനിക്ക് 1 കിലോ റാഗിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ അതിൻ്റെ വേസ്റ്റും കിട്ടിയിട്ടുണ്ട്. ഇതെന്തിന് കൊള്ളാമെന്ന് എനിക്കറിയത്തില്ല. ഇതിന് ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ. അത് വെറും ചവറ് പോലത്തെ ഒരു സാധനം, അതിനി കളയേ പറ്റത്തുള്ളൂ. അപ്പം എന്താണെങ്കിലും കുഴപ്പമില്ല. ഇത്രയും പൊടി കിട്ടി. ഇനി ഇതൊന്ന് നല്ലവണ്ണം വറുത്തെടുക്കണം. നമ്മൾ അരിപ്പൊടി വറുക്കുന്ന പോലെ തന്നെ ഇത് വറുത്തെടുക്കുക. വറുത്തെടുത്തിട്ട് നമുക്ക് ഒരു ഡബ്ബയിലിട്ട് വെച്ചാൽ മതി. നമുക്ക് ആവശ്യമുള്ളപ്പം ഉപയോഗിക്കാം. പുട്ട് കൊഴുക്കട്ടെ എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കി കഴിക്കാമെന്ന് തോന്നുന്നു. ഞാനിവിടെ പുട്ടിന് വേണ്ടിയാണ് ഇതിവിടെ തയ്യാറാക്കുന്നത്. അപ്പം ഞാനിതെല്ലാം ഒന്ന് വറുത്തെടുത്ത് ഡബ്ബയിലാക്കി വെച്ചു. ഇനി നമുക്ക് പുട്ട് തയ്യാറാക്കാം. അതിന് വേണ്ടി ഞാൻ കുറച്ച് മാത്രം എടുത്താൽ മതിയല്ലോ. 2 കുറ്റി പുട്ടിനുള്ളതാണ് ഞാനിവിടെ എടുത്തത്. അപ്പം ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലവണ്ണം പുട്ടിന് കുഴയ്ക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് മാത്രമേ കുഴയ്ക്കാൻ പറ്റത്തുള്ളൂ. ഒത്തിരി ഒഴിച്ചാൽ പിന്നെ അത് കട്ടയായിപ്പം. അതുമല്ല റാഗിയല്ലേ, നമ്മുടെ അരിപ്പൊടിയുടെ കൂട്ട് തന്നെയല്ലല്ലോ. ഇപ്പം വ്യത്യാസമുള്ളത് കൊണ്ട് നമ്മൾ സൂക്ഷിച്ച് അത് വെള്ളം ഒഴിച്ച് കുഴയ്ക്കുക. അധികം വെള്ളം ചേരാതെ തന്നെ കുഴച്ചെടുക്കണം. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വീഡിയോയ്ക്കുമായിട്ട് വരുന്നതായിരിക്കും. അപ്പം ഇത് ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ചൊന്ന് നനച്ചെടുക്കുന്നുണ്ട്. ഒത്തിരി വെള്ളം ഒന്നിച്ചൊഴിക്കല്ലേ. ഇതുപോലെ തന്നെ നമ്മൾ പുട്ടിന് അരിപ്പൊടി കുഴയ്ക്കുമ്പോഴും ഇതുപോലെ മിക്സിയുടെ ജാറിൽ ഒന്ന് കറക്കിയെടുക്കാറില്ല. അതുപോലെ തന്നെ ഞാനിതും ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് കൂടി ചേർത്തു. അതോടൊപ്പം കുറച്ച് തേങ്ങ കൂടി ചേർത്ത് ഇതിനെ ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുത്തിട്ട് നമുക്ക് പുട്ട് പുഴുങ്ങിയെടുത്താൽ മതി. ഇത് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കുക. ഇവിടെ ഞാൻ കുറച്ച് ക്യാരറ്റ് കൂടി ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ക്യാരറ്റ് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ വേണ്ട. ഇത് എൻ്റെ ഒരു ഇഷ്ടത്തിന് വേണ്ടി ഞാൻ ചേർത്താണ്. നല്ലതാണ്. പക്ഷേ ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പം ക്യാരറ്റ് കൂടി ചേർത്ത് തയ്യാറാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇങ്ങനെ തയ്യാറാക്കിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ തയ്യാറാക്കി നോക്കുക. ഇപ്പോൾ ഷുഗർ പേഷ്യൻ്റൊക്കെ നല്ലതാണ് ഇങ്ങനെ കഴിക്കുന്നത്. അങ്ങനെ ഞാൻ പുട്ടെല്ലാം ഒന്ന് കുറ്റിയിൽ നിറച്ച് ഇനി ഇതൊന്ന് വേവിച്ചെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ രാവിലെ കാര്യങ്ങൾ കഴിച്ച് കിട്ടും. അതുപോലെ ഇതുപോലെ തയ്യാറാക്കി വെക്കുക. മഴ സമയത്തൊക്കെ നമുക്ക് തീർച്ചയായിട്ടും കഴിക്കാൻ പറ്റും. അപ്പം ഇതുപോലുള്ള ചെറിയ വീഡിയോയും വിശേഷങ്ങളുമൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കേ.